കൂടുതലാണ്. അതിന്റെ റീസൺ ഇത് ഗവൺമെന്റിൽ കൊടുത്താൽ 20,000 രൂപ കിലോയ്ക്ക് കിട്ടുള്ളൂ. അതേസമയം ഇത് ബ്ലാക്കിൽ കൊടുത്താൽ 50,000 രൂപ വാങ്ങാൻ ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ചന്ദന മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് വലിയ സെക്യൂരിറ്റി കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇതിന് പരിപാലനം കുറച്ച് റിസ്ക് കൂടിയിട്ടായതുകൊണ്ട് ആരും ഇത് വീട്ടിൽ വളർത്താറില്ല. അതാണ് മെയിൻ ആയിട്ട് റീസൺ ഇത് പറയുന്നത്. പക്ഷെ കമ്പനി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്പേഡിന്റെ ഒരു പ്രൊജക്ട് വരുന്ന 5 വർഷം കൊണ്ട് കേരളത്തിലെ 14 ജില്ലയിൽ 100 ഏക്കർ സ്ഥലം വെച്ച് പർച്ചേസ് ചെയ്ത് 1400 ഏക്കർ അതിനെ 5 സെന്റിന്റെ പ്ലോട്ടുകളായിട്ട് 28,000 പ്ലോട്ടുകൾ സാധാരണക്കാരായ ആളുകൾക്ക് ആധാർ രജിസ്റ്ററിൽ കൊടുത്ത് അവരുടേതാക്കി മാറ്റാന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. അപ്പൊ എന്താ ഗുണം അല്ലെ? 5 സെന്റ് ഭൂമി വാങ്ങിയാൽ നിങ്ങൾക്ക് 10 മുതൽ 15 വർഷം കൊണ്ട് 5 കോടി രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ മുടക്കേണ്ടത് 10 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ഒരു 5 സെന്റ് ഭൂമിക്ക് നിങ്ങൾ മുടക്കേണ്ടത്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും 5 സെന്റ് പ്ലോട്ട് 20 മരങ്ങൾ 10 മുതൽ 15 ലക്ഷം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അത് ഓരോ സ്ഥലത്തെ അപ്പൊ ഇവിടെ ചന്ദനമരത്തെ കാണുന്നുണ്ടാവും. ഇതിൽ ഭൂരിഭാഗം വേര് താഴേക്ക് നിങ്ങളുടെ വളർന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഗുണം ഈ ചന്ദനത്തിന് ഒരിക്കലും ഒറ്റയ്ക്ക് വെള്ളമോ വളമോ അതിന് സ്വീകരിക്കാനുള്ള കഴിവില്ല. അതിൽ ഹോസ്റ്റ് പ്ലാന്റിന്റെ ഒരു സപ്പോർട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം 50 സെന്റിമീറ്റർ ചുറ്റളവാകുമ്പോൾ ഫോറസ്റ്റിനെ അറിയിക്കുന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് നേരെ തഹസിൽദാരിനെ അറിയിക്കുന്നു. തഹസിൽദാരും മുറിക്കാനുള്ള ആളെയും കൊണ്ടുവന്ന് അവര് ഈ വേരടക്കം പിഴുതുകൊണ്ട് പോവാണ്. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സാൻഡൽവുഡ് ഓയിൽ ഉത്പാദിപ്പിക്കുന്നത്. അതായത് 1 കിലോ സാൻഡൽവുഡ് ഓയിലിന് ഇന്ന് ഇന്ത്യൻ റേറ്റ് 5 ലക്ഷം രൂപയാണ്. ഇത് ദുബായിലാണെങ്കിൽ 25 ലക്ഷം രൂപയാണ്. അപ്പൊ നോക്കാം, ഒരു മരം 10 മുതൽ 15 വർഷം അതിൽ 20 കിലോ ഇതിന്റെ ഹാർഡ്വുഡ് ആണ്. അതായത് കാതൽ, ഇതിന്റെ നടുവിൽ വരുന്ന ഒരു ഭാഗത്തെയാണ് കാതൽ എന്ന് പറയുന്നത്. അത് ഈ 10% എന്ന് പറഞ്ഞാൽ 20 കിലോയാണ്. ആ 20 കിലോ എന്ന് പറയുമ്പോൾ ഒരു 2023 1 കിലോ ചന്ദനത്തിന്റെ വില 20,000 രൂപയാണ്. അപ്പൊ 20 കിലോയിൽ 20,000 രൂപ എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയാണ് ഒരു ചന്ദന മരത്തിന്റെ കാതലിൽ നിന്ന് മാത്രം കിട്ടുന്ന റേറ്റ്. എങ്കിൽ നമുക്ക് നോക്കാം, ബാക്കിയുള്ള 200 കിലോയിൽ നിന്നും 20 കിലോ കഴിച്ച് ബാക്കി എത്രയുണ്ട്? 180 കിലോ. ഈ 180 കിലോയ്ക്ക് ഏകദേശം 2 രൂപ അങ്ങനെ കിട്ടും. അപ്പോ ഒരു മരത്തിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ആണ് 7,60,000 രൂപ. അപ്പോ 10 വർഷം മുതൽ 15 കൊല്ലം മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒരു ചന്ദനത്തൈ വെച്ചിരുന്നെങ്കിൽ എത്ര കിട്ടിയേനെ? 7,60,000 രൂപ കിട്ടുമായിരുന്നു. പക്ഷെ ഇത് പലർക്കും കിട്ടിയിട്ടുണ്ട്.